ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിയാലംബേഴ്സ് സൊല്യൂഷൻ ഓഫ് വേവ് ഇക്വേഷൻ ആണ്. അപ്പോൾ അതിൻ്റെ ഡെറിവേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ ആദ്യം അത് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ എന്തെഴുതണം? വേവ് ഇക്വേഷൻ എഴുതണം. വേവ് ഇക്വേഷൻ എന്താണെന്ന് നമുക്കിപ്പോൾ അറിയാവുന്നതാണ്. ഡോ സ്ക്വയർ വൈ ബൈ ഡോ ടി സ്ക്വയർ ഇസ് ഇക്വൽ ടു എ സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ വൈ ബൈ ഡോ എക്സ് സ്ക്വയർ. ഇനി ഇതിൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ നമ്മൾ അസ്യൂം ചെയ്യാം. ഞാൻ എടുക്കുന്ന രണ്ട് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളാണ് യു ഈസ് ഇക്വൽ ടു എക്സ് പ്ലസ് 80 ആൻഡ് വി ഈസ് ഇക്വൽ ടു എക്സ് മൈനസ് 80. ഇനി നമുക്ക് വൈയുടെ ഫോമിലേക്ക് കിട്ടുന്ന ആ ഒരു ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ വൈ ഈസ് ഇക്വൽ ടു എഫ് ഓഫ് യു വി എന്നുള്ള ടേമിലാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഈ എഴുതിയിരിക്കുന്നതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് യുവിൻ്റെയും വിയുടെയും ടേമിലുള്ളൊരു ഫംഗ്ഷനാണ് വൈ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം വൈ എടുക്കുകയാണ്. വൈയെ നമ്മൾ എന്തൊക്കെ ഫംഗ്ഷനായിട്ടാണ് എഴുതിയത്, അല്ലെങ്കിൽ എന്തൊക്കെ ടേമിൽ എഴുതിയത്? യുയുടെയും വിയുടെയും ടേമിൽ എഴുതി. ഇനി യുവിനെ എന്തൊക്കെ ടേമിൽ എഴുതാൻ പറ്റും? എക്സും ടിയും ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. എക്സും ടി ആയിട്ട് എഴുതാം. വിയെയും നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എക്സിൻ്റെയും ടിയുടെയും ടേമിൽ എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ഒരു ടേം, ഇതൊരു ചെയിൻ മെത്തേഡാണ്. പൊതുവെ ഫസ്റ്റ് ഇയറിൽ അല്ലെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് സെമ്മിൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്ക് ചെയിൻ ഫോമുല നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ അഥവാ അത് ഓർമ്മയില്ലെങ്കിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ യുവും വിയും കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഫസ്റ്റ് എയിം. അപ്പോൾ ഞാൻ ആദ്യം എടുക്കുന്നുണ്ട് ഡോ യു ബൈ ഡോ എക്സ് ഈസി ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് കിട്ടുന്നത്? പാർഷ്യലി ഡിറൈവ് ചെയ്യുമ്പം കിട്ടുന്ന ആൻസർ 1 ആണ്. അതുപോലെ വിത്ത് റെസ്പെക്ട് വൈയിൽ ചെയ്യുമ്പം കിട്ടുന്നത് എ ആണ്. വിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഡോ വി ബൈ ഡോ എക്സ് ചെയ്യുമ്പോൾ 1 ആൻഡ് ഡോ വി ബൈ ഡോ ടി എന്ന് പറയുന്നത് മൈനസ് എ എന്നാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം ശ്രദ്ധിക്കാം, ഡോ യു ബൈ ഡോ എക്സ്, ഡോ യു ബൈ ഡോ വൈ, ഡോ വി ബൈ ഡോ എക്സ്, ഡോ വി ബൈ ഡോ ടി, ഇത്രയും നമ്മൾ ഡിറൈവ് ചെയ്യണം. കാരണം അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് ആവശ്യമായിട്ട് വരും. ഇനി ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞായിരുന്നു ഒരു ചെയിൻ ഫോമുല. ആ ചെയിൻ ഫോമുല എന്ന് പറഞ്ഞാൽ എനിക്കിപ്പം ഡി വൈ ബൈ ഡി എക്സ് കാൽക്കുലേറ്റ് ചെയ്യണം. ഡി വൈ ബൈ ഡി എക്സ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് എങ്ങനെയാണ് അത് എഴുതേണ്ടത്? ഡയറക്റ്റ് എഴുതാൻ പറ്റത്തില്ല. സോ എനിക്ക് എഴുതാൻ പറ്റുന്നത് ഡി വൈ ബൈ അല്ലെങ്കിൽ ഡോ വൈ ബൈ ഡോ യു ഇൻറ്റു ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് ഡോ വൈ ബൈ ഡോ വി ഇൻറ്റു ഡോ വി ബൈ ഡോ എക്സ്. ഈ ഫോമിലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൽ ഡോ യു ബൈ ഡോ എക്സ് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് 1 ആണ്. ഡോ വി ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് 1 ആണെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അങ്ങനെ നമുക്ക് ആദ്യമായിട്ട് കിട്ടുന്ന ഇക്വേഷൻ നമ്മുടെ ആദ്യത്തെ സൊല്യൂഷനാണ് ഡോ വൈ ബൈ ഡോ എക്സ് ഇസ് ഇക്വൽ ടു ഡോ വൈ ബൈ ഡോ യു പ്ലസ് ഡോ വൈ ബൈ ഡോ വി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ എളുപ്പമാണ്. ആദ്യം നമ്മൾ വേവ് ഇക്വേഷൻ എഴുതി. വേവ് ഇക്വേഷൻ എഴുതിയതിന് ശേഷം രണ്ട് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ അസ്യൂം ചെയ്തു, യുവും വിയും. അതിൽ യു എക്സ് പ്ലസ് 80 ആയിട്ടും വി എക്സ് മൈനസ് 80 ആയിട്ട് എടുത്തു. അതിനുശേഷം വൈ എന്ന് പറയുന്നത് യുവിൻ്റെയും വിൻ്റെയും ടേമിലുള്ളൊരു ഫംഗ്ഷനായിട്ട് എഴുതി. ഇനി യുവും വിയും പാർഷ്യലി ഡിഫറൻസിയേറ്റ് ചെയ്തു അല്ലെങ്കിൽ ഡെറിവേറ്റ് ചെയ്തു. ഇത്രയും നമ്മൾ ചെയ്തുള്ളൂ. അതിനുശേഷം ചെയിൻ ഫോമുല എടുത്തു. ചെയിൻ ഫോമുല യൂസ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്തിട്ട് നമുക്കൊരു സൊല്യൂഷൻ കിട്ടി. ഡോ വൈ ബൈ ഡോ എക്സ് ഇസ് ഇക്വൽ ടു ഡോ വൈ ബൈ ഡോ യു പ്ലസ് ഡോ വൈ ബൈ ഡോ വി. ഇനി ഈ കിട്ടിയ സൊല്യൂഷനെ തന്നെ ഞാൻ വൈ എലിമിനേറ്റ് ചെയ്തിട്ട് എഴുതുവാണ്. അത് വേറൊരു സബ്സ്റ്റിറ്റ്യൂഷന് വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ കൂട്ടി എഴുതുന്നത്. അപ്പോൾ ഡോ ബൈ ഡോ എക്സ് ഇസ് ഇക്വൽ ടു ഡോ ബൈ ഡോ യു പ്ലസ് ഡോ ബൈ ഡോ വി. ഈ സ്റ്റെപ്പ് ഈ രീതിയിൽ തന്നെ നിങ്ങൾ ഓർത്തിരിക്കുമെങ്കിലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ വൈ എലിമിനേറ്റ് ചെയ്തിട്ട് എഴുതി. ഇനി എനിക്ക് വേവ് ഇക്വേഷൻ നോക്കിക്കേ. വേവ് ഇക്വേഷൻ നോക്കുമ്പോൾ നമുക്കറിയാം എനിക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഡോ സ്ക്വയർ വൈ ബൈ ഡോ ടി സ്ക്വയറും ഡോ സ്ക്വയർ വൈ ബൈ ഡോ എക്സ് സ്ക്വയറുമാണ്. സോ അപ്പോൾ അടുത്ത് ഞാൻ ചെയ്യാൻ പോകുന്ന ഡോ സ്ക്വയർ വൈ ബൈ ഡോ എക്സ് സ്ക്വയർ കാൽക്കുലേഷനാണ്. അപ്പോൾ അതിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. ഡോ ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ വൈ ബൈ ഡോ എക്സ്. ഇതിൽ ഡോ ബൈ ഡോ എക്സ് ഞാൻ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചേക്കുകയല്ലേ. അപ്പോൾ എനിക്ക് ആ വാല്യൂ എടുത്ത് കൊടുക്കാമല്ലോ. ഡോ ബൈ ഡോ എക്സ് എന്ന് വെച്ചാൽ ഡോ ബൈ ഡോ യു പ്ലസ് ഡോ ബൈ ഡോ വി. ഇനി ഇതിൽ അതുപോലെ തന്നെ ഡോ വൈ ബൈ ഡോ എക്സ്. ഡോ വൈ ബൈ ഡോ എക്സും ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് എനിക്കൊരു ഇക്വേഷനായിട്ട് കിട്ടിയിട്ടുണ്ട്. സോ അത് രണ്ടും കൂടെ ഞാൻ യൂസ് ചെയ്തിട്ട് ഫൈനലി ഇതിൽ സെയിമായിട്ട് വരുന്നതൊക്കെ കട്ട് ചെയ്യുക. ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ രണ്ട് ടേമും സിമിലിയർ ആണ്. അപ്പോൾ അത് കട്ട് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ 2 ഇൻറ്റു ഡോ സ്ക്വയർ വൈ ബൈ ഡോ യു ബൈ ഡോ യു ഇൻറ്റു ഡോ വി എന്നുള്ള ഫോമിൽ എഴുതാം. അങ്ങനെ നമുക്ക് ഡോ സ്ക്വയർ വൈ ബൈ ഡോ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ഡോ സ്ക്വയർ വൈ ബൈ ഡോ യു സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ഡോ സ്ക്വയർ വൈ ബൈ ഡോ യു ഡോ വൈ പ്ലസ് ഡോ സ്ക്വയർ വൈ ബൈ ഡോ വി സ്ക്വയർ എന്നുള്ള ഒരു സെക്കൻഡ് ഫോമുല അല്ലെങ്കിൽ സെക്കൻഡ് സൊല്യൂഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തേൽ നമുക്ക് കിട്ടിയത് ഡോ വൈ ബൈ ഡോ എക്സ് ആണ്.
രണ്ടാമത്തെ എന്ന് പറയാൻ പറ്റത്തില്ല, അതിൽ ചെറിയൊരു വേരിയേഷൻ വന്നിട്ട് രണ്ടാമത് എടുത്തു. മൂന്നാമത്തെ ഇക്വേഷനായിട്ട് ഞാൻ എടുക്കുന്നത് ഡോ സ്ക്വയർ വൈ ബൈ ഡോ എക്സ് സ്ക്വയർ. അപ്പോൾ ഡോ വൈ ബൈ ഡോ എക്സും കണ്ടു, ഡോ സ്ക്വയർ വൈ ബൈ ഡോ എക്സ് സ്ക്വയർ കണ്ടു. ഇനി അടുത്ത് എനിക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? വേവ് ഇക്വേഷനിൽ ഡോ സ്ക്വയർ വൈ ബൈ ഡോ ടി സ്ക്വയർ എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഡോ വൈ ബൈ ഡോ ടി എടുക്കുകയാണ്. ഇതും തൊട്ട് മുന്നേ പറഞ്ഞ പോലെ ആ ചെയിൻ ഫോമുല യൂസ് ചെയ്താണ് എടുക്കുന്നത്. ഡോ വൈ ബൈ ഡോ യു ഇൻറ്റു ഡോ യു ബൈ ഡോ ടി പ്ലസ് ഡോ വൈ ബൈ ഡോ വി ഇൻറ്റു ഡോ വി ബൈ ഡോ ടി. ഇതിൽ നമ്മൾ എന്തൊക്കെ വാല്യൂസാണ് കണ്ടുപിടിച്ച് വെച്ചിട്ടുള്ളത്? ഡോ യു ബൈ ഡോ ടി ആൻഡ് ഡോ വി ബൈ ഡോ ടി. അതിൻ്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ആ കോൺസ്റ്റൻറ്റ് എ എന്ന് പറയുന്ന രണ്ട് ടേം അടുപ്പിച്ചടുപ്പിച്ച് കിടപ്പുണ്ട്. ആ എയെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? പുറത്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് കിട്ടുന്ന നാലാമത്തെ ഇക്വേഷനാണ് ഡോ വൈ ബൈ ഡോ ടി ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ഡോ വൈ ബൈ ഡോ യു മൈനസ് ഡോ വൈ ബൈ ഡോ വി എന്ന് പറയുന്നത്. സോ നാലാമത്തെ ഇക്വേഷനും കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യും? നേരത്തെ സെയിം ഫോർമാറ്റ് തന്നെ ആ വൈ എലിമിനേറ്റ് ചെയ്തിട്ടുള്ള വാല്യൂസാണ് അടുത്തൊരു ഇതിൽ എഴുതിയേക്കുന്നത് സ്റ്റെപ്പിൽ. അതിനുശേഷം ഡോ സ്ക്വയർ വൈ ബൈ ഡോ ടി സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് ചെയ്തു? ഡോ ബൈ ഡോ ടി സ്പ്ലിറ്റ് ചെയ്ത് എഴുതി ഇൻറ്റു ഡോ യു ബൈ ഡോ വൈ ബൈ ഡോ ടി. ഇതിൽ കണ്ടുപിടിച്ച ഡോ ബൈ ഡോ ടിയുടെ വാല്യൂയും ഡോ വൈ ബൈ ഡോ ടിയുടെ വാല്യൂയും കൊടുക്കുക. അങ്ങനെ നമുക്ക് കിട്ടുന്ന സൊല്യൂഷനാണ് അഞ്ചാമത്തെ ഇക്വേഷനായിട്ട് എഴുതിയിരിക്കുന്ന ഡോ സ്ക്വയർ വൈ ബൈ ഡോ ടി സ്ക്വയർ ഇസ് ഇക്വൽ ടു എ സ്ക്വയർ ഡോ സ്ക്വയർ വൈ ബൈ ഡോ യു സ്ക്വയർ മൈനസ് 2 ഇൻറ്റു ഡോ സ്ക്വയർ വൈ ബൈ ഡോ യു ഡോ വി പ്ലസ് ഡോ സ്ക്വയർ വൈ ബൈ ഡോ എക്സ് സ്ക്വയർ. അപ്പോൾ ഇതെല്ലാം ചെയ്ത സ്റ്റെപ്സ് റിപ്പീറ്റ് ചെയ്ത് വരുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അഞ്ചാമത്തെ ഇക്വേഷനും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി വേവ് ഇക്വേഷൻ ഞാൻ ഒന്നുകൂടെ എടുത്ത് എഴുതുകയാണ്. ഡോ സ്ക്വയർ വൈ ബൈ ഡോ ടി സ്ക്വയർ ഇസ് ഇക്വൽ ടു എ സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ വൈ ബൈ ഡോ എക്സ് സ്ക്വയർ. ഡോ സ്ക്വയർ വൈ ബൈ ഡോ ടി സ്ക്വയറിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു, ഡോ സ്ക്വയർ വൈ ബൈ ഡോ സ്ക്വയറിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു. രണ്ടിൻ്റെയും കൂടെ ഇക്വേറ്റ് ചെയ്യുക. ഇക്വേറ്റ് ചെയ്തിട്ട് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് ലാസ്റ്റ് കിട്ടുന്ന സൊല്യൂഷനാണ് എന്തെന്ന് പറയുന്നത്? ഡോ സ്ക്വയർ വൈ ബൈ ഡോ യു ഡോ വി ഇസ് ഈക്വൽ ടു 0 എന്നുള്ള ഫോമിലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങളിത് കറക്റ്റായിട്ട് തന്നെ ഇക്വേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാം. ഇക്വേറ്റ് ചെയ്യുമ്പം കുറച്ച് പോർഷൻസ് അല്ലെങ്കിൽ കുറച്ച് ടേംസ് ഇതിൽ കട്ടായി പോവും. കട്ടായി പോയിട്ട് ഫൈനലി കിട്ടുന്ന ആൻസറാണ് ഡോ സ്ക്വയർ വൈ ബൈ ഡോ യു ഡോ വി ഇസ് ഈക്വൽ ടു 0 എന്നുള്ളത്. ഇത് ഞാൻ 6th ഇക്വേഷനായിട്ട് എടുത്തു. ഇനി എനിക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ കറക്റ്റ് സൊല്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യുക അല്ലെങ്കിൽ ഡിറ്റർമിൻ ചെയ്യുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഡയറക്റ്റ് ഇൻ്റഗ്രേഷനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡയറക്റ്റ് ഇൻ്റഗ്രേഷനല്ല, നമുക്കിപ്പോൾ കിട്ടിയ ഈ ഒരു 6th ഇക്വേഷന് ഞാൻ എന്ത് ചെയ്യുന്നു? വിയിൽ വിത്ത് റെസ്പെക്ട് ടു വിയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുവാണ്. അപ്പോൾ ഡോ സ്ക്വയർ വൈ ബൈ ഡോ യു ഡോ വി ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നതിനെ ഞാൻ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് ഡോ വൈ ബൈ ഡോ യു ഈസ് ഈക്വൽ ടു എച്ച് ഓഫ് യു എന്നുള്ള ഒരു യു എന്ന് പറയുന്നൊരു കോൺസ്റ്റൻ്റ് ആയിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എച്ച് ഓഫ് യു എന്നാണ് എനിക്ക് കിട്ടുന്നത്. ഈ സംഭവത്തിന് ഞാൻ വീണ്ടും യുയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഇവിടെ നമുക്ക് കിടക്കുന്നത് എന്താണ്? ഡോ യു ഡോ വിയുടെ ടേമിലാണ്. അപ്പോൾ ഞാൻ വീണ്ടും യുവിന് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് വൈ ഈസ് ഈക്വൽ ടു എച്ച് ഓഫ് ഇന്ന് സ്മോൾ എച്ച് ഓഫ് യുവിനെ ഞാൻ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ക്യാപിറ്റൽ എച്ച് ഓഫ് യു ആയിട്ട് എടുത്തു. ഇത് നിങ്ങൾ പഠിച്ച് തന്നെ വച്ചേക്കുക. പ്ലസ് ജി ഓഫ് വി അതർ ഫംഗ്ഷൻ. ഓക്കെ, ഏഴാമത്തെ ഇക്വേഷനായിട്ട് ഞാൻ എടുത്തു. ഈ ഇക്വേഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ നമുക്കറിയാം. യുവിൻ്റെ ആൻസർ നമ്മൾ അല്ലെങ്കിൽ യു നമ്മൾ എന്തായിട്ട് എടുത്തിട്ടുണ്ട്? എക്സ് പ്ലസ് 80. വി എന്തായിട്ട് എടുത്തിട്ടുണ്ട്? എക്സ് മൈനസ് 80. ഈ രണ്ട് വാല്യൂം നമ്മൾ യുവിൻ്റെയും വിൻ്റെയും സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതാണ് ജനറൽ സൊല്യൂഷൻ ഓഫ് വേവ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ജനറൽ സൊല്യൂഷൻ ഓഫ് വേവ് ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത യുക്കും വിക്കിനും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ആ ഇക്വേഷൻ ഞാൻ 8 എന്ന് എടുത്തു. ഓക്കെ, 8th ഇക്വേഷനാണ് ജനറൽ സൊല്യൂഷൻ ഓഫ് വേവ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിൽ എച്ചും ജിയും എന്ന് പറയുന്ന രണ്ട് ടേംസ് കിടപ്പുണ്ട്. അത് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അത് ഫൈൻഡ് ഔട്ട് ചെയ്താലേ നമുക്കിത് ക്ലിയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം എന്തെങ്കിലും ഒരു ബൗണ്ടറി കണ്ടീഷൻസ് ഒക്കെ അപ്ലൈ ചെയ്യേണ്ടി വന്നാൽ ഈ ഒരു 8th ഇക്വേഷനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എച്ചും ജിയും കാൽക്കുലേറ്റ് ചെയ്യണം. കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ബൗണ്ടറി കണ്ടീഷൻ കൊടുക്കുവാണ്. വൈ ഓഫ് എക്സ് നോട്ട് 0 ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. അതുപോലെ രണ്ടാമത്തെ ഒരു ബൗണ്ടറി കണ്ടീഷൻ ഡോ വൈ ബൈ ഡോ ടി ഇൻറ്റു എക്സ് കോമ 0 ഈസ് ഈക്വൽ ടു 0. ഇതിൽ ഞാൻ ആദ്യം എടുക്കുന്ന കണ്ടീഷൻ ഡോ വൈ ബൈ ഡോ ടി എക്സ് കോമ 0 ഈസ് ഈക്വൽ ടു 0. കാരണം 0 വരുന്നത് കൊണ്ട് കുറച്ചുകൂടി ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ആദ്യത്തെ കണ്ടീഷൻ എടുത്തു. ആദ്യത്തെ കണ്ടീഷൻ എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ എട്ടാമത്തെ ഇക്വേഷൻ തന്നെ വിത്ത് റെസ്പെക്ട് ടു ടിയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് ഡോ വൈ ബൈ ഡോ ടി എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എച്ച് ഡാഷ്. എച്ച് എങ്ങനെ വരും? എച്ച് ഡാഷ് ആവും. അപ്പോൾ എച്ച് എന്ന് പറയുന്നത് എച്ച് ഡാഷ് ആവും. എക്സ് പ്ലസ് 80 ഇൻറ്റു 80 വീണ്ടും ചെയ്യണം, ടിയുടെ ടേം അല്ലേ, ഇൻറ്റു എ മൈനസ്
ജി ചെയ്യുമ്പം ജി ഡാഷ് എക്സ് മൈനസ് 80 എക്സ് മൈനസ് 80യിൽ 80 വീണ്ടും ചെയ്യണം. -80 ചെയ്യുമ്പം നമുക്ക് -a ആണ് വരുന്നത്. അങ്ങനെയാണ് ഈ ഒരു സൊല്യൂഷൻ കിട്ടിയത്. ഇനി ഈ സൊല്യൂഷനിലോട്ട് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിലോട്ട് നമുക്കുള്ള ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യുവാണ്. അപ്ലൈ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഫൈനലി കിട്ടുന്നത് എച്ച് ഡാഷ് എക്സ് ഈസ് ഈക്വൽ ടു ജി ഡാഷ് വൈ ആണ്. ജി ഡാഷ് എക്സ് ആണ്. അപ്പം രണ്ടും എക്സിൻ്റെ ടേം തന്നെയാണ്. എച്ച് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു ജി ഡാഷ് എക്സ്. വീണ്ടും എന്ത് ചെയ്യുക, ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം വിത്ത് റെസ്പെക്ട് ടു എക്സിൽ, കാരണം ടേം എക്സ് ആണ് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എച്ച് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ജി ഓഫ് എക്സ് പ്ലസ് കെ. കെ എന്ന് പറയുന്ന കോമൺ കോൺസ്റ്റൻ്റ് ആയിട്ടാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇനി ഇതിനെ തന്നെ എന്ത് ചെയ്യുക, ഇക്വേഷൻ 8 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇക്വേഷൻ 8 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ ഇക്വേഷൻ 8ൻ്റെ ഫോർമാറ്റ്. അപ്പോൾ ഞാൻ അതിനെ തന്നെ എച്ച് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്നുള്ളൊരു ടേമിൽ എഴുതി. അതിനുശേഷം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ആ ഒരു 8th ഇക്വേഷൻ തന്നെയാണ് വരുന്നത്. പക്ഷേ ആ 8th ഇക്വേഷൻ ഞാൻ എച്ച് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്നുള്ള ടേമിലാക്കിയിട്ട് അതിൽ എന്ത് ചെയ്യുന്നു, എച്ച് ഓഫ് എക്സിൻ്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എച്ച് ഓഫ് എക്സിൻ്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഞാൻ അതിൽ നിന്ന് ജി ഓഫ് എക്സ് കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, എച്ച് ഓഫ് എക്സിൻ്റെ ടേം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ജി ഓഫ് എക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അങ്ങനെ കിട്ടുന്ന ഇക്വേഷനാണ് ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു എഫ് ഓഫ് എക്സ് മൈനസ് എ എന്നുള്ള ഇക്വേഷൻ. ഓക്കെ, അടുത്തത് വീണ്ടും ഇക്വേഷൻ എടുക്കുവാണ്. എച്ച് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ജി ഓഫ് എക്സ് പ്ലസ് എ എന്നുള്ളൊരു ടേം. അപ്പോൾ അതിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യുന്നു, എച്ച് ഓഫ് എക്സിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ അവിടെ ചെയ്യുമ്പം എച്ച് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1/2 ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് എ എന്നാണ് കിട്ടുന്നത്. കാരണം എച്ച് ഓഫ് എക്സ് ഇസിക്കൽ ടു ജി ഓഫ് എക്സ് ഓഫ് പ്ലസ് എ. ഇതിൽ ജി ഓഫ് എക്സിൻ്റെ വാല്യൂ നമുക്കറിയാം, എയും ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും ഉണ്ടെങ്കിൽ എച്ച് ഓഫ് എക്സ് കാൽക്കുലേറ്റ് ചെയ്യാമല്ലോ. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ബി എന്ന് പറയുന്ന രീതി ഇക്വേഷൻ എന്ന് പറയുന്നത് ഞാൻ എച്ച് ഓഫ് എക്സ് എഴുതി. അപ്പോൾ എനിക്ക് ജി ഓഫ് എക്സ് കിട്ടി, എച്ച് ഓഫ് എക്സ് കിട്ടി. ഇനി എന്ത് ചെയ്യുക, 8th ഇക്വേഷനിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. വൈ ഓഫ് എക്സ് കോമ ടി ഈസ് ഈക്വൽ ടു എച്ച് ഇൻറ്റു എക്സ് പ്ലസ് 80 പ്ലസ് ജി ഓഫ് എക്സ് മൈനസ് 80. ഈ ഒരു ഫോമിൽ നമുക്കിവിടെ കിട്ടിയത് ശ്രദ്ധിക്കുക, എക്സിൻ്റെ ടേമിലാണ് കിട്ടിയത്. ആ എക്സിനെ മാറ്റിയിട്ട് എന്ത് ചെയ്താൽ മതി, എക്സ് പ്ലസ് 80 എന്ന് പറയുന്ന ടേം കയറ്റി കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. 1/2 ഇൻറ്റു എഫ് ഓഫ് എക്സിൻ്റെ സ്ഥാനത്ത് എക്സ് പ്ലസ് 80 മൈനസ് എ പ്ലസ് 1/2 ഇൻറ്റു എഫ് ഓഫ് എക്സ് മൈനസ് 80 പ്ലസ് എ. ഇതിൽ കോമൺ ആയിട്ട് വരുന്നതൊക്കെ എന്ത് ചെയ്യുക, കോമൺ മീൻസ് പ്ലസ് മൈനസും വരുന്നത് അല്ലെങ്കിൽ കട്ട് ചെയ്ത് കളയാൻ പറ്റുന്നതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ലാസ്റ്റ് കിട്ടുന്ന സൊല്യൂഷനാണ് y of x comma t is equal to 1/2 into y of x plus 80 plus y of x minus 80. ഇതാണ് ഡിയാലംബസ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഈ സൊല്യൂഷൻ പഠിച്ചു വെക്കണം. ഈവൻ നിങ്ങൾക്ക് ഡെറിവേഷൻ ചോദിച്ചില്ല എങ്കിൽ പോലും ഇതിൻ്റെ പ്രോബ്ലം ചോദിക്കുമ്പോൾ ഈ സൊല്യൂഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സോ വളരെ എളുപ്പമുള്ള ഒരു ഡെറിവേഷനാണ്, പഠിച്ചു വെക്കാം.